അച്ഛാ, നമ്മുടെ കയ്യിൽ പണം ഉണ്ടോ ഇല്ലയോ എന്ന് അക്കൗണ്ടിൽ നോക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ബോഡി ലാംഗ്വേജ് കാണുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും. അച്ഛൻ എന്തോരം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അത് മാത്രം മതിയാവില്ല അച്ഛാ. നമുക്ക് വ്യക്തമായിട്ടുള്ളൊരു ഗോള് വേണം. അത് അച്ചീവ് ചെയ്യാൻ ഒരു പ്ലാനും വേണം. ശരി, സിറ്റിയുടെ പുറത്തുള്ള വിട്ടേക്ക്. അച്ഛൻ ആഗ്രഹിച്ച പോലെ നമ്മുടെ ഏരിയയിൽ ഒരു ഫ്ലാറ്റിന് എത്രയാവും? 15 ലക്ഷം. അച്ഛന്റെ കയ്യിൽ ഇപ്പൊ എത്ര കാശുണ്ട്? 7.5 ലക്ഷം. നമുക്ക് ബാങ്ക് ലോൺ കിട്ടുമോ? കിട്ടില്ല. പലിശക്കാണെങ്കിലോ? അച്ഛൻ ഒരിക്കലും വാങ്ങില്ല. നമ്മളെ കൊണ്ട് മാസത്തിൽ എത്ര രൂപ സേവ് ചെയ്യാൻ പറ്റും? 10,000 രൂപ. അമ്മ, എന്റെ സ്വർണ്ണമൊക്കെ വിൽക്കുവാണെങ്കിൽ ഒരു 3 ലക്ഷം രൂപ കിട്ടുമായിരിക്കും. ഏയ്, അതൊന്നും വേണ്ട. ഞാൻ ചോദിച്ചില്ലല്ലോ. അച്ഛാ, ഞങ്ങൾ നേരത്തെ അത് സംസാരിച്ചിരുന്നു. വീട് വാങ്ങാന്നുള്ളതല്ല അത്യാവശ്യം, അത് നടക്കട്ടെ. 10,000 × 12 7.5 3.5 എത്രയാവൂടാ? 12,130. ഞാൻ തന്നെ പറയാം. 12,20,000. ഗോൾ സെറ്റ് ചെയ്യുന്നതിനെ പറ്റി വിവേകാനന്ദൻ എന്താടാ പറഞ്ഞേ? എന്റെ പൊന്നോ, എനിക്കൊന്നും അറിഞ്ഞൂടാ. ഒരു ഗോൾ, അതിൽ മാത്രം ഫോക്കസ് ചെയ്യണം. ഫിക്സ് ടൈം, ഫിക്സ്ഡ് എമൗണ്ട്. രണ്ടും ഇല്ലാതെ നമുക്ക് ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. ടൈം 1 വർഷം ടാർഗറ്റ് വെക്കാം. എമൗണ്ട് 15 - 12 2,80,000 കുറവാ. കാശ് സേവ് ചെയ്ത് വാങ്ങിക്കണമെന്ന് വിചാരിക്കുന്നത് മിഡിൽ ക്ലാസ് മെന്റാലിറ്റിയാ. നമ്മൾ കാശ് ഉണ്ടാക്കാനാ നോക്കണ്ടേ. 2,80,000 എത്ര ഈസി ആയിട്ട് ഉണ്ടാക്കാന്നാ നീ പറയുന്നത്? മൊത്തത്തിൽ നോക്കണ്ടടാ. മാസത്തിൽ 25,000 രൂപ സേവ് ചെയ്താ വർഷത്തിൽ 3 ലക്ഷം. അങ്ങനെ ഈ 15 ലക്ഷം ഉണ്ടാക്കാൻ പറ്റും. മാസം 25,000 എന്ന് പറഞ്ഞ നമുക്ക് ചെയ്യാം മോളെ, നമുക്ക് ചെയ്യാം. ഒരേ ഒരു വർഷം അവിടെ തന്നെ വീട് വാങ്ങും. വാസുവേ, ഷിർദിയിലെ പ്രസാദമാ, എടുക്ക്. പിള്ളേരൊക്കെ പഠിക്കാൻ പഠിക്കറല്ലേ? വെരി ഗുഡ്. എക്സ്ട്രാ എന്തെങ്കിലും ഒരു ജോലി തന്നാൽ ഉപകാരമാവും സാറേ. നീ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടല്ലോ, നിനക്കെന്തായാലും നല്ലത് വരും. ഇനി തൊട്ട് മാസം 10,000 രൂപ കൂടുതൽ കിട്ടും. നേത്ത സാറ് ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞു. ഈവനിങ്ങിൽ ഒരു 4 മണിക്കൂർ എക്സ്ട്രാ ജോലി ചെയ്താൽ മതി. അമ്മ അച്ഛന് വേണ്ടി ഒരു സർപ്രൈസ് വെച്ചിട്ടുണ്ട് അച്ഛാ. എന്തിനാ ഇതൊക്കെ? നീ ജോലി ചെയ്യണ്ടെന്ന് പറഞ്ഞതല്ലേ? നിങ്ങൾ മാത്രം എപ്പോഴും ഇങ്ങനെ കഷ്ടപ്പെട്ടാൽ എങ്ങനെയാ? പ്ലീസ് നോക്ക്, എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരതയുണ്ട്. മാസം ഒരു 15,000 രൂപ എങ്ങനെയെങ്കിലും ഞങ്ങൾ ഉണ്ടാക്കും. അച്ഛാ, ഇനി ഒന്നും ആലോചിക്കണ്ട. കുറച്ച് നാളത്തേക്കല്ലേ? ഇനി കുറച്ച് നാളൂടെ. ആരതി മോളെ, അച്ഛാ, എന്നെ സ്റ്റേഷനിലൊന്ന് ഡ്രോപ്പ് ചെയ്യേ. അച്ഛാ, പ്രഭുവിന്റെ സ്കൂളിലേക്ക് വിളിച്ചിരുന്നു. സാറേ, നിങ്ങളുടെ മകൻ മാത്സിൽ തോറ്റിരിക്കുക. ഫിസിക്സ് ഇമ്പ്രൂവ് ചെയ്യണം, മാത്രമല്ല കെമിസ്ട്രി ഇമ്പ്രൂവ് ചെയ്യണം, പിന്നെ കമ്പ്യൂട്ടർ സയൻസും ഫെയിലാണ്. കമ്പ്യൂട്ടറാണ് ഫ്യൂച്ചർ. കമ്പ്യൂട്ടർ അറിയില്ലെങ്കിൽ വല്ല കൃഷിയും ചെയ്താൽ മതി. ഒന്ന് മനസ്സിലാക്കി കൊടുക്ക്. കമ്പ്യൂട്ടറാടാ ഫ്യൂച്ചർ. നന്നായി പഠിക്കല. വാസുദേവൻ, ഇവിടെ റെക്കമെൻഡേഷനിൽ സീറ്റ് ലഭിച്ചത് തന്നെ അവന് ഭാഗ്യമുള്ളതുകൊണ്ടാ. ഞങ്ങളുടെ എല്ലാ സ്റ്റുഡൻസും 100% പാസ്സായിരിക്കണം. ഇത് സ്കൂളിന്റെ റെപ്യൂട്ടേഷനാ. നിങ്ങൾ ടീസ് വാങ്ങിച്ചോളൂ, ഇവനെ കൂട്ടിക്കൊണ്ടു പോയിക്കോളൂ. പ്ലീസ് മാഡം, പ്ലീസ് മാഡം. എന്താടാ? ഐ ആം വെരി സോറി അച്ഛാ. ഇവന്റെ ഫ്യൂച്ചർ നന്നാവണം. കഷ്ടപ്പെട്ട് ഇവനെ പഠിപ്പിക്കാം മാഡം. ഇവനില്ല ഞങ്ങളുടെ എല്ലാ പ്രതീക്ഷയും. ഒരു ലാസ്റ്റ് ചാൻസ്. ക്വാർട്ടർലി എക്സാമിന് പാസ് മാർക്ക് വാങ്ങിയിരിക്കണം. താങ്ക് യു മാഡം. നോക്കടാ, എന്നെ കൊണ്ട് പറ്റാവുന്നൊക്കെ ഞാൻ ചെയ്തു. ഇനി നിന്റെ ഫ്യൂച്ചർ നിന്റെ കയ്യിലാ. പാസ് മാർക്ക് വാങ്ങിയിട്ട് വീട്ടി വാ, ഇല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി തൊലയും.
ഹേയ് സങ്കടപ്പെടാതെടാ. ഞാൻ മാക്സിമം ട്രൈ ചെയ്തതാ. എത്ര എഫേർട്ട് ഇട്ടെന്നറിയോ? പക്ഷെ മാർക്ക് മാത്രം കിട്ടുന്നില്ല. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്താ ഒരു സംസാരം? തോറ്റത് കാരണം രണ്ടിനോടും പുറത്തു പോയി നീൽ ഡൗൺ ചെയ്യാൻ പറഞ്ഞേ. നല്ല ഫ്രണ്ട്ഷിപ്പ് അല്ലേ നിങ്ങൾ രണ്ടുപേരും? രണ്ടിന്റെ മാർക്ക് ഒരുമിച്ച് കൂട്ടിയാലും പാസ് മാർക്ക് എത്തില്ല. ഞാൻ 10th വരെ ഗവൺമെന്റ് സ്കൂളിലാണ് പഠിച്ചേ. 11 and 12 ഫ്യൂച്ചർ എന്നും പറഞ്ഞ് അച്ഛനെ ഈ സ്കൂളിൽ കൊണ്ട് ചേർത്ത്. എനിക്ക് അവിടെ തന്നെയായിരുന്നു ഇഷ്ടം. ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ എനിക്ക് ഒട്ടും പിടിക്കുന്നില്ല ഐഷു. അറിയാത്ത എന്തെങ്കിലും ചോദിച്ചാൽ പോലും ആരും പറയില്ല. പ്രശ്നങ്ങളെ കുറിച്ച് ഓർത്ത് ടെൻഷൻ ആവാതെടാ. അതിന്റെ സൊല്യൂഷൻ അല്ലേ കണ്ടെത്തണ്ടേ? എന്ത് സൊല്യൂഷൻ? അത് നിനക്ക് ഞാൻ തന്നെ പറഞ്ഞായിരുന്നു. ഇവിടെ നോക്ക്, സമ്പത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടില് നല്ല കോച്ചിങ് ആണെന്നാ കേട്ടെ. അവിടെ നമുക്ക് ട്യൂഷൻ ആയിരുന്നാലോ? ഒന്നും നടക്കില്ല. നിന്റെ വീട്ടിൽ പൈസ ഉണ്ടായിരിക്കും. എന്റെ അച്ഛൻ ഇനി ഫീസൊന്നും അടയ്ക്കാൻ പറ്റില്ല. മോനെ പ്രഭു, മാത്സ് സാറിന്റെ നല്ല കിട്ടിയല്ലേ? ഡാ, എന്താടാ പ്രശ്നം? അവരാരും നിന്നോട് സംസാരിക്കുന്നില്ലല്ലോ. ഫെയിലായതിന് എന്നെ കളിയാക്കിയപ്പോ ഞാനൊന്ന് പൊട്ടിച്ചു. ഡാ, എന്താടാ ഇത്? പ്രിൻസിപ്പൾ നിന്നെ പുറത്താക്കാൻ ഒരു കാരണം നോക്കിയിരിക്കുക. ദേഷ്യം ഒന്നിനും ഒരു സൊല്യൂഷൻ അല്ല പ്രഭു. ട്യൂഷൻ ഫീസ് എത്രയെന്ന് പറഞ്ഞേ? മാസം 1000 രൂപയോ? സ്കൂളിൽ പഠിപ്പിക്കുന്നത് മനസ്സിലാവുന്നില്ല അച്ഛാ. അച്ഛാ, ഇവൻ പറയുന്ന കേക്കണ്ട. ഫീസ് എന്തോരം അടക്കുന്നതാ? സ്കൂളിൽ പിന്നെ ഇവൻ എന്താ ചെയ്യുന്നേ? എടി, ഒന്ന് മിണ്ടാ നിക്ക്. ഞാനല്ലേ ഇപ്പൊ അച്ഛനോട് സംസാരിക്കുന്നേ. ടാ, നിനക്ക് നമ്മുടെ സേവിങ് പ്ലാൻ അറിഞ്ഞൂടെ? ബഡ്ജറ്റ് ക്ലാഷ് ആവൂടാ. അച്ഛൻ അവന് നല്ല മാർക്ക് വാങ്ങേണ്ടതല്ലേ? അച്ഛാ, അതിന് വേറെ വഴിയുണ്ട്. ഡെയിലി 5 മണിക്ക് എഴുന്നേക്കണം. സിൻസിയറായിട്ട് പഠിക്കണം. ഇനി മുതൽ ഇവനെ ഞാൻ നോക്കോളാം. അയ്യോ, പോടി. നന്നായിട്ട് പഠിക്കും മോനെ. അതെ, പറയട്ടാ. നിങ്ങളുടെ മോനെ ടെറസിൽ നിന്ന് വിളിച്ചേ. എന്റെ പൊന്നു മോനെ ടെറസിലിരുന്നൊന്നും പഠിക്കാൻ പാടില്ല. എന്താ സാറേ കുഴപ്പം? എന്റെ മോള് 11ലാ പഠിക്കുന്നത്. അവളും പഠിക്കുന്നത് മേളിലിരുന്ന. ശരിയല്ലടാ? രണ്ടുപേർക്ക് ഒരുമിച്ച് പഠിക്കാലോ. ഒരുമിച്ച് പഠിക്കട്ടെ എന്നോ? എന്തോന്ന് വർത്താനോ സാറേ പറയുന്നത്? എടാ കൊച്ചനെ, എനിക്ക് 3 പെമ്പിള്ളേരാ ഉള്ളത്. നീ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം, മനസ്സിലായാ? ഇതുപോലത്തെ കുട്ടി നിക്കറിന്നിട്ടൊന്നും നടക്കാൻ പാടില്ല. ഡീസന്റ് ആയിട്ടുള്ള വേഷം ഇട്ടോണം. ഇയാളോട് ആദ്യം ഷർട്ട് ഇടാൻ പറ. ഞാൻ പോയേക്കോ. ഭ്രാന്തൻ. നീ ഇങ്ങോട്ട് വാടാ. പ്രഭു, നീ ട്യൂഷന് ചേരാൻ നോക്ക്. പ്രഭു, എടാ പ്രഭുവിനോട് പാസി. നന്നായിടാ, നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. അവന്റെ കാര്യം ഞാനല്ലേ നോക്കി. ക്രെഡിറ്റ് എനിക്കും വേണം. അടുത്ത തവണ ഇതിൽ കൂടുതൽ മാർക്ക് വാങ്ങണം കേട്ടാ? ഐഷു, എന്താടാ? നമുക്കിനി ഒരേ കോളേജിൽ തന്നെ ചേരാട്ടോ. ഓക്കെ അല്ലേ? ഡാ, നീ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ജോയിൻ ചെയ്യാൻ പോവാന്നല്ലേ പറഞ്ഞേ? അതിന്റെ പേര് തന്നെ ബോയ്സ് ഡിപ്പാർട്ട്മെന്റ് എന്നാ, അറിയോ? ശരി, എന്നാ കോളേജിനെങ്കിലും ഒരുമിച്ചുണ്ടായിക്കൂടെ? ഞാൻ ഫാഷൻ ഡിസൈൻ പഠിച്ചാലോ എന്നാ വിചാരിക്കുന്നത്. നീ ഇല്ലാത്ത ദിവസം സ്കൂളിലേക്ക് പോലും എനിക്ക് വരാൻ തോന്നുന്നില്ല. ഹേയ്, വെറുതെ സോപ്പിടാൻ നോക്കല്ലടാ. സത്യമാടി,
സ്കൂളിലേക്ക് വരാൻ തീരെ ഇഷ്ടമില്ലാതിരിക്കുമ്പോൾ നീ ഉണ്ടല്ലോ എന്ന് കരുതിയിട്ടാ വരുന്നത്. ഐഷു, നമുക്ക് ഐസ്ക്രീം കഴിക്കാം. ഇല്ലടാ, വേണ്ട. എന്തു പറ്റി? ഈ ഏരിയയിൽ എൻ്റെ അച്ഛനെ അറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർ കണ്ടാൽ കുഴപ്പമാവും. ശരിടാ, ഞാൻ പോട്ടെ.